ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മുടെ സെറ്റ് കോമേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ, അല്ലെ, ശരിയായിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് എറർ ആണ്? ദാറ്റ് ഈസ് ടൈപ്പ് 1 എറർ. Rejecting a null hypothesis when it is actually true. കണ്ടോ, ടൈപ്പ് 1 എറർ ഈസ് ഓൾസോ നോൺ ആസ് ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ടൈപ്പ് 1 എററിനെയാണ്. ഒക്കേഴ്സ് വെൻ റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്, അല്ലെ, ഒരു ട്രൂ നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 എറർ ഉണ്ടാകുന്നത്. ഫോൾസ് പോസിറ്റീവ് എന്നറിയപ്പെടുന്നു. ഇനി പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ, അല്ലെ, ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് ലെവൽ എത്ര എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ എത്രയാണ്? 0.05 അല്ലെങ്കിൽ 5%. അപ്പൊ സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് എന്താണ് ടൈപ്പ് 1 എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5% അല്ലെങ്കിൽ 0.05. ഇതിനെ നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്നറിയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ട്രൂ. ഓക്കെ, വാട്ട് ഈസ് ദ ടേം ഫോർ ദി കൺസിസ്റ്റൻസി ഓഫ് എ റിസർച്ച് സ്റ്റഡി ഓർ മെഷറിംഗ് ടെസ്റ്റ്? കൺസിസ്റ്റൻസി, അല്ല, നമ്മുടെ റിസർച്ചിലെ കൺസിസ്റ്റൻസിക്ക് പറയുന്ന ടേം ഏതാണ്? വാലിഡിറ്റി ആണോ, റിലയബിലിറ്റി ആണോ, ജനറലൈസബിലിറ്റി ആണോ, അക്യുറസി ആണോ? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലയബിലിറ്റി. ദാറ്റ് ഈസ് ഓർത്തിരിക്കുക, CR എന്ന് ഓർത്തിരിക്കുക. കൺസിസ്റ്റൻസി ഈസ് ഫോർ റിലയബിലിറ്റി. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന റിസർച്ചിലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റിലയബിലിറ്റി ആണ് കാണിക്കുന്നത്. ഇനി ഇവിടെ കൺസിസ്റ്റൻസിക്ക് പകരം അക്യുറസി ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിലോ? അക്യുറസി ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്നതെങ്കിൽ ആൻസർ വാലിഡിറ്റി ആകും. VA, വാലിഡിറ്റി ഫോർ അക്യുറസി. ഒരു കോഡ് ഓർത്തിരിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് റിലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടേമാണ്. വാലിഡിറ്റി ആൻഡ് അക്യുറസി VA, വ ആൻഡ് CR എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ RC എന്ന് ഓർത്തിരുന്നാലും മതി. ദെൻ ഇപ്പൊ നമുക്ക് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്താണെന്നൊന്ന് നോക്കാം. Reliability and validity are concepts used to evaluate the quality of research. അല്ലെ, നമ്മുടെ ക്വാളിറ്റി, റിസർച്ചിന്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. റിലയബിലിറ്റി ഈസ് അബൌട്ട് ദി കൺസിസ്റ്റൻസി. നമ്മൾ പറഞ്ഞല്ലേ, റിലയബിലിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയുമായിട്ട് കൺസിസ്റ്റന്റ് ആവുക, അല്ലെ, സ്ഥിരതയുള്ളതാവുക, കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാലിഡിറ്റി എന്ന് പറയുന്നതോ അക്യുറസി, അക്യുറേറ്റ് ആകുക, കൃത്യത ഉണ്ടാവുക. അതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? വാലിഡിറ്റി ആൻഡ് അക്യുറസി. ആ ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ദെൻ ടൈപ്സ് ഓഫ് റിലയബിലിറ്റി. ഏതൊക്കെയാണ് പലതരത്തിലുള്ള റിലയബിലിറ്റികൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, ഇറ്റ് മെഷേഴ്സ് ദ കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്സ് വെൻ ദ സെയിം ടൂൾ ഈസ് യൂസ്ഡ് ട്വൈസ് വിത്ത് എ ടൈം ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. എന്താണ് നമ്മുടെ റിസർച്ച്, അല്ലെ, എത്രമാത്രം റിലയബിൾ ആണ്, അല്ലെ, എത്രമാത്രം കൺസിസ്റ്റന്റ് ആണ് എന്നാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് എന്ത്? ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വെച്ച കാര്യത്തെ, അല്ലെ, നമ്മുടെ റിസർച്ചിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ച കാര്യത്തെ നമ്മൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നേരത്തെ ഉപയോഗിച്ച അതേ ടൂൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെസ്റ്റ് റീടെസ്റ്റ് വാലിഡിറ്റി റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കണ്ടക്ടിങ് എ സർവേ ടു എ ഗ്രൂപ്പ് ആൻഡ് റിപ്പീറ്റിംഗ് ഇറ്റ് ലേറ്റർ ടു സീ വെദർ ഇറ്റ് ഗീവ്സ് ദ സെയിം റിസൾട്ട്. നമ്മളൊരു സർവേ നടത്തി, അല്ലെ, ഒരു ഗ്രൂപ്പിനെ. കുറച്ച് നാൾ കഴിഞ്ഞ് അതേ സർവേക്ക് ഉപയോഗിച്ചപ്പോൾ ക്വസ്റ്റ്യനെയറോ എന്ത് മെത്തേഡാണോ ആ മെത്തേഡ് തന്നെ, ആ ടൂൾ തന്നെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ഒന്നും കൂടെ സർവേ ചെയ്ത് നോക്കുന്നു. ഏകദേശം അതേ റിസൾട്ട് തന്നെയാണോ കിട്ടുന്നതെന്നറിയാൻ. അത്തരത്തിലുള്ള റിലയബിലിറ്റി ടെസ്റ്റിനെയാണ് നമ്മൾ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി. എന്താണ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്താണ്? മൾട്ടിപ്പിൾ ഒബ്സർവേഴ്സ് അല്ലെങ്കിൽ റേറ്റേഴ്സ് ഒരേ ടൂളുകൾ ഉപയോഗിക്കുന്നു.
അല്ലെ. ഇവിടെ നമ്മൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിലയബിലിറ്റി ആണ് അളക്കുന്നത്. എങ്ങനെയാണ്? ഇന്റർ റേറ്റർ, ഒന്നിലധികം റേറ്റർമാരെ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അസസ് വെദർ ഡിഫറെന്റ് റേറ്റേഴ്സ് പ്രൊഡ്യൂസ് സിമിലർ റിസൾട്ടുകൾ. ഫോർ എക്സാമ്പിൾ കണ്ടോ, മൾട്ടിപ്പിൾ ജഡ്ജസ് സ്കോറിംഗ് എ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ അല്ലെ, ഒരു ഡാൻസോ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, അവിടെ എന്താണ്, ഒന്നിലധികം ജഡ്ജസിനെ നമ്മൾ ഇരുത്തുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരും ഏകദേശം മാർക്ക് ഇടുന്നത് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആണോ മാർക്കിംഗ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പം ഒന്നിലധികം റേറ്റേഴ്സ്, ഇവിടെ ജഡ്ജസ് എന്ന് പറയുന്നതാണ് റേറ്റേഴ്സ്, ഒന്നിലധികം റേറ്റേഴ്സ്. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകൾ ഒന്നിലധികം ആൾക്കാർ അല്ലെ, ഒന്നിലധികം ആൾക്കാർ അതിനെ സ്റ്റഡി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന സാധനം എന്താണ്, കൺസിസ്റ്റന്റ് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു മെത്തേഡാണിത്. അടുത്തത് ഇന്റേണൽ കൺസിസ്റ്റൻസി. ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള റിലയബിലിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ക്രോൺബാച്ച് ആൽഫ എന്നും അറിയപ്പെടുന്നു. ക്രോൺബാച്ച് ആൽഫ എന്നും അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ആണ്. ഇവിടെയോ measures the consistency of results within a tool assessing how well individual items or questions relate to each other. ഒരു ടൂളിനുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ കാര്യമാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി. ആ ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കണം? നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത് അതിനെപ്പറ്റി തന്നെ, ആ ഒരു ഏരിയയിലുള്ളിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കണം ആ ക്വസ്റ്റ്യനെയറിലുള്ളത്. അല്ലാതെ ഒത്തിരി അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് തമ്മിലൊരു ബന്ധമുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ റിസർച്ചർ ഉപയോഗിക്കുന്ന ടൂള്, ആ ഉള്ളിലുള്ള കാര്യങ്ങൾ തമ്മിൽ എന്താണ്, ഒരു പരസ്പര ബന്ധമുള്ളതായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. Example, a questionnaire with a 10 times measuring anxiety where high internal consistency reliability indicates that items are all measuring the same aspect of anxiety. നമ്മൾ ഒരാളുടെ ആൻസൈറ്റി, ആകാംക്ഷ അളക്കാനായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തു അല്ലെ. അതിനകത്ത് 10 ഐറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കണം? ഈ 10 ഐറ്റംസും അയാളുടെ ആൻസൈറ്റി അളക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അവ തമ്മിലൊരു ബന്ധവും ഒക്കെ ഉള്ളതായിരിക്കണം. അപ്പോഴാണ് ഇതിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റിയും ഒരു ഇന്റേണൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു പാർട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി. It evaluates how well a measure is consistent within itself. എങ്ങനെയാണ് ഒരു മെഷർ അല്ലെ അതിൻ്റെ ആ ടൂളിനുള്ളിലുള്ള, അപ്പം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എത്രമാത്രം നല്ലതാണ്, പരസ്പരം യോജിച്ച് പോകുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇതും ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇതും മറ്റതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? It is used in conjunction with other type of reliability such as Cronbach's alpha. അതായത് ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റി ടെസ്റ്റുമായിട്ട്, അതിനാണല്ലോ നമ്മൾ ക്രോൺബാച്ച് ആൽഫ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് നമ്മൾ കൺജക്ഷൻ, അതിന് പാരലലായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെയും ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ക്രോൺബാച്ച് ആൽഫയുമായിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി റിലയബിലിറ്റിയുമായിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതെന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഡിവൈഡിങ് ദ മെഷർ ഇൻറ്റു 2 halves. എക്സാമ്പിൾ, ഓഡ് നമ്പേർഡ് ഐറ്റംസ്, ഈവൻ നമ്പേർഡ് ഐറ്റംസ്. അപ്പം നമുക്ക് കിട്ടുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഡേറ്റയെ നമ്മൾ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അവയ്ക്കുള്ളിലെ ഇന്റേണൽ കൺസിസ്റ്റൻസി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. അപ്പം നെക്സ്റ്റ് വണ്ണാണ് ടൈപ്സ് ഓഫ് വാലിഡിറ്റി. അപ്പം നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് റിലയബിലിറ്റി ആണ്. ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് വാലിഡിറ്റി ആണ്. നോക്കിക്കേ, ഫസ്റ്റ് വണ്ണാണ് ഫേസ് വാലിഡിറ്റി അല്ലെ. ഫേസ് വാലിഡിറ്റി, whether a measure appears to measure what it claims to measure, that is the extent to which a test appears effective in terms of its stated aims. അതായത് ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി എന്താണ് അളക്കുന്നത്? അക്യുറസി ആണ് അളക്കുന്നത്. VA അല്ലെ. വാലിഡിറ്റി സ്റ്റാൻഡ്സ് ഫോർ അക്യുറസി. അപ്പം എന്താണ് ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്റർ, അത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എയിം അത് തന്നെയാണോ അത് മെഷർ ചെയ്തത് അല്ലെ. ഒരു പർട്ടിക്കുലർ ടൂൾ ഉപയോഗിച്ച് നമ്മൾ
മെഷർമെന്റുകൾ ചെയ്തു. അപ്പം നമുക്ക് അവിടെ ഒരു എയിം ഉണ്ടല്ലോ, ഇന്ന കാര്യമാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അത് തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരു മെഷർ അത് എന്താണോ ക്ലെയിംസ് ടു മെഷർ, അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് തന്നെയാണോ അത് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് ഫേസ് വാലിഡിറ്റി. അടുത്ത നോക്കി, കണ്ടന്റ് വാലിഡിറ്റി. വെദർ എ മെഷർ കവേഴ്സ് ദ എൻറ്റയർ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഓർ കണ്ടന്റ് ഇറ്റ് സപ്പോസ്ഡ് ടു മെഷർ. ഒരു മെഷർ അല്ലെ, അതിൻ്റെ ഇപ്പോൾ ഒരു ക്വസ്റ്റിനെയർ ആവട്ടെ അല്ലെ, ഒരു ടൂള്, നമ്മൾ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മെഷർ, അതിൽ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്ന എല്ലാ കണ്ടന്റുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെ, എൻ്റെ റേഞ്ച് ഓഫ് കണ്ടന്റുകളും നമ്മൾ ഉൾപ്പെടുത്തണം അല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. എൻ്റെ റേഞ്ച് ഓഫ് ടോപ്പിക്കുകൾ അല്ലെ, ഉദ്ദേശിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നോക്കുന്നതാണ് കണ്ടന്റ് വാലിഡിറ്റി. ഇനി കൺസ്ട്രക്ടർ റിലേറ്റഡ് വാലിഡിറ്റി എന്താണ്, വെദർ എ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്, ക്വസ്റ്റിനെയർ ആണ് നമ്മളിപ്പോൾ എടുത്ത ഉദാഹരണം, അത് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്, അത് ഉദ്ദേശിച്ച കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ, കണ്ടന്റ് വാലിഡിറ്റിയും കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയും. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേഞ്ച് ഓഫ് ടോപ്പിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൂള് അല്ലെ, ആ ഇൻസ്ട്രുമെന്റ് എന്താണ്, ഇപ്പൊ ക്വസ്റ്റിനെയർ ആണെങ്കിൽ അതിനകത്ത് നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എൻ്റെ ടോപ്പിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്, കണ്ടന്റ് വാലിഡിറ്റി. അതേസമയം കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാലോ, അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അല്ലെ, നമ്മളെ എന്താ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇത്, കൺസ്ട്രക്റ്റ് റിലേറ്റഡ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാലോ, അതിന്റെ എയിം എന്താണോ, അത് എന്താണോ ആ ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ ആ ക്വസ്റ്റിനെയർ കൊണ്ട് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്താണോ നമുക്ക് കിട്ടേണ്ടിരുന്ന ഇൻഫർമേഷൻ, അത് തന്നെയാണോ, ആ ഒബ്ജക്റ്റീവിലേക്ക് തന്നെ നമ്മൾ എത്തിയോ എന്ന് നോക്കുന്നതാണ് ഫേസ് വാലിഡിറ്റി. അപ്പൊ നമ്മുടെ കൺസ്ട്രക്റ്റ് റിലേറ്റഡ് വാലിഡിറ്റിയെ നമുക്ക് എഗെയിൻ ഡിവൈഡ് ചെയ്യാം. കൺവേർജന്റ് വാലിഡിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ഈസ് ഓൾസോ കോൾഡ് ഡൈവേർജന്റ് വാലിഡിറ്റി. എന്താണ് കൺവേർജന്റ് വാലിഡിറ്റി? ദ ഡിഗ്രി ടു വിച്ച് ടു മെഷർ ഓഫ് കൺസ്ട്രക്ട്സ് ദാറ്റ് തിയറിറ്റിക്കലി ഷുഡ് ബി റിലേറ്റഡ് ആർ ഇൻഫാക്ട് റിലേറ്റഡ്. രണ്ട് കൺസ്ട്രക്റ്റുകൾ അല്ലെ, രണ്ട് കൺസ്ട്രക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെപ്റ്റുകൾ അല്ലെ. തിയറിറ്റിക്കലി എന്താണ്, റിലേറ്റഡ് ആവേണ്ട ടോപ്പിക്കുകളെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണോ മെഷർ ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മൾ റിലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം. റിലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്, കൺവേർജന്റ് വാലിഡിറ്റി. അതേസമയം ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റിയോ, ദ ഡിഗ്രി ടു വിച്ച് മെഷേഴ്സ് ഓഫ് കൺസ്ട്രക്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ആർ ആക്ച്വലി അൺറിലേറ്റഡ്. എന്താ, നമ്മുടെ മെഷറിൽ അല്ലെ, നമ്മുടെ ടൂളിൽ നമ്മൾ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നതാണ് എന്ത്, ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. മനസ്സിലാവും. അപ്പൊ നമ്മൾ ക്വസ്റ്റിനെയർ ആണ് ഉദാഹരണം എടുത്തത്. അപ്പൊ ക്വസ്റ്റിനെയറിൽ ചോദിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം, പരസ്പരം റിലേറ്റ് ചെയ്ത് ചോദിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയുള്ളതാണ്, കൺവേർജന്റ് വാലിഡിറ്റി ഉള്ളവയാണ്. പരസ്പരം റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, ചോദിച്ചിട്ടില്ല, അതിൽ കാണിച്ചിട്ടില്ല എങ്കിൽ അതെന്ത് പാലിക്കുന്നുണ്ട്, ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി അല്ലെങ്കിൽ ഡൈവേർജന്റ് വാലിഡിറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി. എന്താണ്, ദിസ് എക്സാമിൻസ് ഹൗ വെൽ വൺ മെഷർ പ്രെഡിക്ട്സ് ആൻ ഔട്ട്കം ബേസ്ഡ് ഓൺ അതർ മെഷർ അല്ലെ. ഒരു മെഷർ അതിന്റെ ഔട്ട്കമിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതാണ് എന്ത്, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്രൈറ്റീരിയൻ റിലേറ്റഡ് ഒന്നുകൂടെ പറയാം, ദിസ് എക്സാമിൻസ് ഹൗ വെൽ വൺ മെഷർ പ്രെഡിക്ട്സ് ആൻ ഔട്ട്കം ബേസ്ഡ് ഓൺ അതർ മെഷർ. ഒരു മെഷർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ളവയാണോ എന്ന് നോക്കുക. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്, പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്, കൺകറന്റ് വാലിഡിറ്റി ഉണ്ട്. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്താണ്, ദി എക്സ്റ്റെൻഡ് ടു വിച്ച് എ ടെസ്റ്റ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ പെർഫോമൻസ്. ഒരു ടെസ്റ്റ് നമ്മൾ ഓരോ റിസർച്ചും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഭാവിയിലെ കുറെ കാര്യങ്ങൾ പ്രെഡിക്ഷനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ച ഈ റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ ടെസ്റ്റ്, നമ്മൾ കുറെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ടെസ്റ്റുകൾ അതിന്റെ ഔട്ട്കമിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫോമൻസുകളെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ളവയാണ് എങ്കിൽ അതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. കൺകറന്റ് വാലിഡിറ്റി എന്താണ്, ദി എക്സ്റ്റെൻഡ് ടു വിച്ച് എ ടെസ്റ്റ് correlates with a measure that has been previously validated. ഓൾറെഡി വാലിഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷറുമായിട്ട്
എന്താണ് നമ്മുടെ ടെസ്റ്റിന് കോറിലേഷൻ ഉണ്ട് എങ്കിൽ അതാണ് എന്ത് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി.